ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് നമ്മൾ എൻക്വയറീസ് നടത്തുന്നതാണ്, അതുപോലെ ചോദിക്കുന്നതാണ്. ഇത്താ നിങ്ങൾ ക്ലിയറൻസ് സെയിലാണെങ്കിലും പുതിയ ഐറ്റംസ് ആണെങ്കിലും നിങ്ങൾ ആൻറ്റി ടെർണിഷ് മാത്രമേ ഇടാറുള്ളൂ, ഗോൾഡ് പ്ലേറ്റഡ്സ് എടുക്കാറില്ല, ഇപ്പോൾ കയ്യിൽ സ്റ്റോക്കില്ലെന്നൊക്കെ. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ കളക്ഷൻസ് കാണിക്കുന്നത് എല്ലാം പാട് ഗോൾഡ് പ്ലേറ്റിൽ കാണിക്കാമെന്നാൽ ഒന്നോ രണ്ട് വീഡിയോയിൽ തികയില്ല. കാരണം സ്റ്റെഡായിട്ട് നമുക്ക് വേറെ ചെയ്യേണ്ട ഒരു ആംഗിൾസ് ആണെങ്കിലും ചെയിൻ ആണെങ്കിലും ലോക്ക് ബാങ്കിലാണെങ്കിലും കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ മിഞ്ചി മുതൽ കുഞ്ഞു കുട്ടികൾക്കുള്ള ബാങ്കിളും അതുപോലെ കുഞ്ഞു കുട്ടികൾക്കുള്ള അരഞ്ഞാണും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, തണ്ട, അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ഓഫർ പ്രൈസ് ക്ലിയറൻസിൽ തന്നെ പറയാം, കാരണം ചിലതൊക്കെ ഇതിൽ നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക. ഇതിൽ കാണിക്കുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ഇതിൽ പറയുന്ന സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതല്ല ഇതിൻ്റെ 2.8 ഉണ്ടാവുമോ 2.6 ഉണ്ടാവും എന്നോട് ചോദിക്കരുത്. ഇതിൽ കാണിക്കുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ലോക്ക് ബാങ്കുകളൊക്കെ നിങ്ങൾ ഇത് അതായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത് ആവും, കാരണം അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ ലോക്ക് ബാങ്കിലായിട്ടും കുറേ ബാങ്കിൾസുകളുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇത് കുഞ്ഞുകുട്ടികളുടെ കുറേ ചോദിക്കലുണ്ട്. അതുപോലെ മിഞ്ചി, അത് ഞാൻ ഇതുവരെയും വീഡിയോ ഇട്ടിട്ടില്ല, ഫോട്ടോസ് ഇട്ടിട്ടില്ല. മിഞ്ചിയും കുറച്ച് പേൾ ടൈപ്പിലുള്ള സ്റ്റഡുകളും കുറച്ച്, അതുപോലെ തന്നെ ഓഫർ പ്രൈസിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കരിമണി ടൈപ്പിൽ വന്നിട്ടുള്ള മാലകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സ്റ്റാർട്ടിങ് എവിടെ നിന്ന് തുടങ്ങണം എന്നാണ്, അതുപോലെ തന്നെ കൈമൈലാഞ്ചി ഉണ്ട് കേട്ടോ, അതുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് കൺഫ്യൂഷന്. അപ്പോൾ കുട്ടികളുടെ ബാംഗിൾസിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. 2 മോഡൽ ബാംഗിളാണ് നമ്മളടുത്ത് ഇപ്പോൾ കറണ്ടിൽ സ്റ്റോക്കുള്ളത് കേട്ടോ. കറണ്ടിൽ സ്റ്റോക്കുള്ള മോഡൽ ഇതാണ്, ഈ ഒരു മോഡലും പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഒരു മോഡലും. ഇതിൻ്റെ സൈസ് ഞാൻ പറയുന്നുണ്ട്, ഇത് എത്ര മാത്രം പീസും ഉള്ളൂ കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സ്റ്റോക്ക് കാണിക്കുകയാണ്. ഇനി ഇതിൻ്റെ പിക്ചർ ഉണ്ടോ ഇത്താതിനോട് ചോദിക്കരുത്, കാരണം വെച്ചാൽ എൻ്റെ ഫോൺ മാറ്റാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ പിക്ചേഴ്സ് ഉണ്ടാവില്ല. ഇനി ഇൻഷാല്ല അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ പുതിയ ഫോണൊക്കെ ആയിട്ട് വരും കേട്ടോ, ഇൻഷാല്ല. അപ്പോൾ അതിൽ പിന്നെയും പിക്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ പിക്ചേഴ്സ് നോക്കട്ടെ, ഞാൻ ഗ്രൂപ്പിൽ തന്നെ പറ്റുന്നോന്ന് നോക്കുമ്പോൾ അല്ലേ ഷെയർ ചെയ്യാം. ഇത് വന്നിട്ടുള്ള 5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അതായത് 2 സൈസ് ഉണ്ടാവുള്ളൂ, ആ ഒരു സൈസിലെ ആളുകൾക്ക് പറ്റുള്ളൂ ഇത് കേട്ടോ. ഈ ഒരു മോഡൽ ഓക്കെ, ഈ ഒരു മോഡൽ 5 സൈസിലെ ആളുകൾക്കേ പറ്റുള്ളൂ കേട്ടോ, മനസ്സിലായല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ. ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. ഈ 2 പീസ്, ഈ 2 സൈസിൽ ഇതിൽ വന്നിട്ടുള്ളത് 2 പെയറായിട്ട് 150 കേട്ടോ. 150 150 150 150 ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ബാങ്കിൾ, ഇത് 2 സൈസിലും ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ചെറിയ ഡിഫറൻസേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഒന്ന് അതിൻ്റെ നേരെ ഉള്ളിൽ കൂടെ കടന്നു പോകത്രേ ഉള്ളൂ. ഒന്ന് ഇതാ വന്നിട്ടുള്ളത് 4 സെൻറ്റിമീറ്റർ, 4.5 സെൻറ്റിമീറ്റർ തികച്ചില്ല കേട്ടോ. 4 സെൻറ്റിമീറ്റർ തന്നെ പറയാം. ഒന്ന് 4.5 സെൻറ്റിമീറ്ററും ഒന്ന് 4.5 ഇല്ല, അതിൻ്റെ ചെറുതാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് ഇത്. ഒന്നിന് വന്നിട്ടുള്ളത് 70 രൂപ കേട്ടോ, ഒരു പീസിന്, കാരണം ഇത് പെയറല്ലല്ലോ. ഒന്നിന് 70 രൂപയാണ് വരുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ വന്നിട്ടുള്ള കുട്ടികളുടെ തണ്ട ഉണ്ടല്ലോ, ഈ ഒരു തണ്ട, ഇത് പെയറായിട്ടാണല്ലോ എടുക്കുക. ഇത്ര വരുന്നത് കേട്ടോ, 5 സെൻറ്റിമീറ്ററിനുള്ളിൽ വരുന്നതാണ്. അത് ചെറുതാക്കും വലുതാക്കൊക്കെ വെച്ചാൽ 150 കേട്ടോ. 150 തണ്ടയ്ക്കാണ് പറയുന്നത്, കാൽത്തള എന്നൊക്കെ പറയും. ഓക്കെ, 150 ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ബാങ്കിൾ എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞു കുട്ടികൾക്കുള്ള എന്താ പറയുക, തളയായിരുന്നു, അതായത് തണ്ടയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇത് ബാങ്കിളായിട്ട് കൂടെ ഇപ്പോൾ എൻ്റെ കസിൻസും എൻ്റെ റിലേറ്റീവ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 4 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ. ഈ ഒരു ബാങ്കിളിൻ്റെ റേറ്റ് 80 രൂപ കേട്ടോ. ഓഫർ പ്രൈസിലായതുകൊണ്ടാണ് 80 രൂപ കൊടുക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മളടുത്ത് 2 മോഡലല്ല, ഒരു 3 മോഡലായിട്ട് നമ്മളടുത്ത് അരഞ്ഞാണുണ്ട്, കുട്ടികൾക്ക് അരഞ്ഞാണ്. ഓക്കെ, ഇതൊക്കെ നല്ല അഫോർഡായിട്ട് പ്രൈസാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല. ഓക്കെ, 2 മോഡലാണുള്ളത്. 2 ബോക്സ് ചെയിനും ഉണ്ട്, 3 ബോക്സ് ചെയിനും ഉണ്ട് കേട്ടോ. ഇത് സൈസ് ഇപ്പോൾ എത്ര എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറയാം കേട്ടോ. ഞാനിതൊരു വീഡിയോയിൽ അളന്നെടുക്കുമ്പോഴത്തിന് ഇതാവും. അപ്പോൾ ഇത് കാണിച്ചു തരാം. ഈ ഒരു മോഡൽ, ഊർവശി മോഡൽ 200 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു ബോക്സ് ചെയിൻ വന്നിട്ടുള്ളത് 220 രൂപയാണ് കേട്ടോ. 220 രൂപയാണ്. ഓക്കെ. പിന്നെ കാണിക്കാനുള്ളത് ഒരു ഹാങ്ങിങ് ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. അത് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. ഇതിന് കുറേ പീസ് ഉണ്ടായിരുന്നു, നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പം പോയതാണ് കേട്ടോ. ഈ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. 120 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്, 120. പിന്നെ വേറെ 2 സ്റ്റഡുകൾ കാണിക്കാം. കണ്ടല്ലോ,
100 രൂപയുടെ സ്റ്റെഡാണ് കേട്ടോ, പേൾ ടൈപ്പ് വന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ 150-നൊക്കെ സെയിലാക്കിയിട്ടുള്ള സ്റ്റെഡാണ്. 120 കേട്ടോ, അതിൽ കുറയില്ല, 120. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള പേൾ ടൈപ്പ് വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ. ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ്. 6 മാസം ഡെയിലി വെയർ ആണ്. നിങ്ങൾക്ക് തെളിവ് സൈത് ഞാൻ കാണിക്കാം. ഞാൻ നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുണ്ടല്ലോ തെളിവ് സൈതും. എന്താ തെളിവ് സൈത് ഞാൻ കാണിക്കാം. എനിക്കിപ്പോൾ നിങ്ങളെ ഈ വീഡിയോയിൽ എൻ്റെ കാല് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ കാല് ഇന്ന് ഊരിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ, ഊരിയിട്ട് കാണിക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാദസരം, ഈ ഒരു ബോക്സ് ചെയിൻ്റെ പാദസരം ഞാൻ ഓണത്തിൻ്റെ മുന്നിടൽ തുടങ്ങിയത്. നിങ്ങൾ കണ്ടോ, ഇത് എവിടെയെങ്കിലും കളർ ഫെയ്ഡ് ഉണ്ടോ നോക്ക്. ഈ ഒരു കുളത്തിൻ്റെ ഇവിടെ മാത്രം, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അത്ര ഓണം കഴിഞ്ഞിട്ട് എത്രയായി, ആഗസ്റ്റിൽ ഫസ്റ്റിലോ അങ്ങനെയൊക്കെയല്ലോ, ഓണത്തിന് ആഗസ്റ്റ് ഫസ്റ്റിലിട്ടതാണ് ഞാനിത്. ഓക്കെ, ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് 8 മാസമായി. ആഗസ്റ്റ് പറയാൻ കാരണം ജൂലൈ 24-നോ 25-നൊക്കെ ഇട്ടത് ഞാൻ ആഗസ്റ്റ് കണക്ക് കൂട്ടിയിട്ടുള്ളൂ. അന്ന് മുതൽ എൻ്റെ കാലിൽ ഇതുണ്ട്. എനിക്ക് ഓരോ മോഡൽ കാണിക്കുമ്പോൾ എനിക്ക് ഇടാൻ തോന്നാറുണ്ട്, പക്ഷേ ഇതെനിക്കേറ്റവും ഒഴിവാക്കാനേ തോന്നില്ല. കാരണം ഇതൊരു കംപ്ലൈൻറ്റും ഇല്ല. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടല്ലോ, അതാണ് ഞാൻ തെളിവ് സഹിതം ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു മോതിരം നോമ്പിനിട്ടതാണ്. പക്ഷേ നമ്മൾ കയ്യിലെന്ന് പറയുമ്പോൾ നല്ലോണം കെമിക്കൽ തട്ടുന്നുണ്ട്. വിമ്മിൻ്റെ കട്ടയായിട്ടും മറ്റേതും മറിച്ചായിട്ടും ഒക്കെ. പാത്രം മോറിന് ഞാൻ സബീനപ്പൊടി, വിമ്മിൻ കട്ട അതൊക്കെ ഉപയോഗിച്ചിട്ടാണ്, ലിക്വിഡ്. അപ്പോൾ പിന്നെ അലക്കലും നല്ലോണം ജീൻസ് നല്ലോണം കയ്യിലിട്ട് അവരൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഇതേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കരുതുകയാണെന്നുണ്ടെങ്കിൽ അതും മാസങ്ങളോളം നിൽക്കും. ഇത് ഞാൻ തീരെ കരുതില്ല, കാരണം തിരുമ്പുന്ന സമയത്ത് കയറാം. അപ്പോൾ അതടക്കട്ടെ എന്ന് കരുതും. കണ്ടോ, ഇവിടെ കൊണ്ടൊരു കുഴപ്പമില്ലല്ലോ, കാരണം ഇവിടെ ഒരതിൽ വരുന്നില്ല. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ചെറിയൊരു ഇത് വരുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നതുണ്ടോ കൊണ്ടാണ് കേട്ടോ, അല്ലാത്തൊന്നുമല്ല. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നോളൂ തെളിവ് ചെയ്ത്, നിങ്ങൾ പറഞ്ഞല്ലേ തെളിവ് ചെയ്ത് കാണിച്ചാൽ. അങ്ങനെ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് പിന്നെ കെമിക്കലും തട്ടാതെ. പിന്നെ അത് കൈമൈലാഞ്ചി കേട്ടോ, ഇതാണ് കൈമൈലാഞ്ചി. ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടേത്, നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒക്കെ ഇനി എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് കൈമൈലാഞ്ചി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 170 രൂപ കേട്ടോ, 170. പിന്നെ ഇതാണ് 150 രൂപയുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ അത് 5 പിടിയാണ് വരുന്നത് കേട്ടോ, 6 പിടിയല്ല, 5 പിടിയിലാണ്. ആകെ 2 പീസോ 3 പീസൊക്കെ സ്റ്റോക്കുള്ളൂ. 5 പിടിയാണ് വരുന്നത് കേട്ടോ. കണ്ടല്ലോ, ഇത് 150, 150 ക്രിസ്റ്റൽ ടൈപ്പിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു മാല, ഇതും ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇത് നമ്മൾ മൊണാലിസ ബീഡ്സ് അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇത് 150 കേട്ടോ. ഇത് വന്നിട്ടുള്ളത് 5 പിടിയാണ്. പക്ഷേ ഈ മാല 1 2 3 ഇത് 8 പിടിയിൽ വന്നിട്ടുള്ള മാലയാണ് കേട്ടോ. ഇത് 8 പിടിയിൽ വന്നിട്ടുള്ള 150 രൂപ കേട്ടോ. പിന്നെ ഇത് 2 ലെയറിലാണ്. ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ഉണ്ടല്ലേ. ഇത് 2 ലെയറിലാണ് വന്നിട്ടുള്ളത്. 6 പിടിയാണ്. 1 2 3. ഇത് 190 രൂപ കേട്ടോ. നമ്മൾ 250-നൊക്കെ സെയിൽ ചെയ്താണ്. കുറച്ച് മുന്നേ ഉള്ള പീസ് ആയതുകൊണ്ടാണ് കേട്ടോ. 190 രൂപ. പിന്നെ ഇത് 8 പിടിയിൽ വന്നിട്ടുള്ള മാലയാണ് കേട്ടോ. 8 പിടിയിൽ വന്നിട്ടുള്ള മാലയാണ്. ബ്ലാക്ക് കരിമണിയുടെ 8 പിടിയിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എത്ര പിടി പറയാം. നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല, പേയ്മെൻറ്റ് അടിച്ചെങ്കിൽ മാത്രമേ ഹോൾഡ് ചെയ്ത് വെക്കുള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 250 രൂപ കേട്ടോ. പിന്നെ ഇതും 8 പിടിയിൽ വന്നിട്ടുള്ള പേൾ ടൈപ്പ് വൈറ്റ് വന്നിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ 6 മാസം ഡയലി യൂസ് ചെയ്യും. നമ്മൾ റിങ്ങിൻ്റെ പോലെയല്ല, ഇതൊക്കെ കഴുത്തിലൊന്നും അങ്ങനെ കെമിക്കലൊന്നും തട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ റേറ്റും 250 രൂപ കേട്ടോ. ഒരു പീസിൻ്റെ റേറ്റ്, ഒരു മാലയുടെ റേറ്റ് 250, ഇതിൻ്റെ റേറ്റും 250. ഇനി കാണിക്കാനുള്ളത് ഒരു നെക്ലേസ് കൂടി ഉണ്ട്. ഈ ഒരു നെക്ലേസ് ഇത് നമ്മൾ കുറച്ച് മുന്നത്തെ സ്റ്റോക്കാണ്. ഇതിന് 150 കേട്ടോ, 150. 6 പിടിയിൽ വന്നിട്ടുള്ള ഒരു മാലയാണ്. പിന്നെ കുറച്ച് എക്സ്റ്റൻഷൻ ഉണ്ട്. ഒരു ബ്ലാക്ക് സ്റ്റോണാണ് വന്നിട്ടുള്ളത് കേട്ടോ, 150. ഇനി മിഞ്ചി കാണിക്കാം. കുറേ പേര് ചോദിക്കലുണ്ട് മിഞ്ചി. പക്ഷേ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ചായി, ഇതുവരെ ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചു തന്നിട്ടില്ല. ഫോട്ടോ മിഞ്ചി പെയറായിട്ടാണ് കേട്ടോ മിഞ്ചി വരിക, പെയറായിട്ടാണ് വരിക. കണ്ടല്ലോ, ഇങ്ങനെ ഇതാക്കാൻ പറ്റും. പെയറിന് 100 രൂപയാണ് കേട്ടോ. ഒരു പെയറിന് 100 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഗോൾഡ് പ്ലേറ്റഡാണ്. നമ്മൾ ഈ ഒരു ഏരിയയിലൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ചില ഏരിയകളിലൊക്കെ നല്ല മൂവിങ് ഉള്ള റേറ്റാണ് മിഞ്ചി കേട്ടോ. പിന്നെ ഈ ഒരു ബാങ്കിൾ 150 രൂപയാണ് കേട്ടോ. ഈ ഒരു ബാങ്കിളിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഗോൾഡ് പ്ലേറ്റഡ്. ഇതിൻ്റെ ഒന്നും വീഡിയോ പോലും ഞാൻ ഫോട്ടോ പോലും എടുത്തിട്ടില്ല എൻ്റെ ഓർമ്മ. കാരണം ഓരോ പീസൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ വിട്ടു പോവാണ്. അങ്ങനെ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് 2-4 സൈസാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ടുള്ളൊരു ബാങ്കിളാണ്. 150 രൂപയാണ് കേട്ടോ. കുറച്ച് മുന്നേ വന്ന സ്റ്റോക്ക് ആയതുകൊണ്ടാണ് 150-ന്. 200-ന് 180-നൊക്കെ സെയിലാക്കിയിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയും. അതിൻ്റെ റേറ്റ് അത്ര വരുന്നുണ്ട്. ഓക്കെ, ഇനി കാണിക്കാനുള്ളത് ബാങ്കിളാണ്. 2-4 വരുന്ന ബാങ്കിൾ കാണിക്കാം.
ഇത് 2.4 വരുന്ന ബാങ്കിളാണ് കേട്ടോ. 2.4 ഇതിൻ്റെ പെയറിൻ്റെ റേറ്റാണ് പറയുന്നത് കേട്ടോ. പെയറിൻ്റെ റേറ്റാണ് പറയുന്നത് 120 കേട്ടോ. 120 പെയറിന് ഓഫർ പ്രൈസാണ് 120. 2.4 സൈസാണ്, പെയറിന് 120. ഓക്കെ. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കും റേറ്റ് എത്ര? എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ കൊടുക്കുന്ന റേറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീഡിയോയിൽ തന്നെ നോക്കുക. പിന്നെ ഞാൻ ചെക്ക് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ പാക്ക് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ അടച്ച എമൗണ്ട് ക്ലിയർ ആണോ ചെക്ക് ചെയ്യാൻ നോക്കുക. നോക്കാതിരിക്കില്ല ഞാൻ. അപ്പോൾ അങ്ങനെ. ഓക്കെ. പിന്നെ വന്നിട്ടുള്ള ബാങ്കിളാണ് ഈ ഒരു ബാങ്കിൾ. കണ്ടല്ലോ, ഈ ഒരു ബാങ്കിൾ. ഇതും 2.4 സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് പെയറിന് 200 രൂപ കേട്ടോ. പെയറിന് 200 രൂപയാണ്. 2 പീസ് ഉണ്ട്. 2.4 സൈസാണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് മുന്നത്തെ പീസ് ആയതുകൊണ്ട് 200, 240 സെയിൽ ചെയ്ത പീസാണ് കേട്ടോ. പെയറിന് 200 രൂപ. ഓക്കെ. പിന്നെ വന്നിട്ടുള്ള മോഡലാണ് ഇതാ ഈ ഒരു മോഡൽ. ഉണ്ടല്ലോ, ഇത് 2.4 സൈസ് തന്നെയാണ് കേട്ടോ. 2.4 സൈസ് തന്നെയാണ് വരുന്നത്. 2.4 സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ. പെയറിന് 220 രൂപ കേട്ടോ. പെയറിന് 220 രൂപ. 280 സെയിലാക്കിയ ഒരു ഐറ്റാണ്. ഒരു പീസ് കൂടി ബാലൻസ് വന്നതാണ്, ഒരു പെയർ കൂടി ബാലൻസ് വന്നതാണ് കേട്ടോ. ഇനി കാണിക്കാനുള്ളത് ഇതാ 2.2 വന്നിട്ടുള്ളതാണ് കേട്ടോ. 2.2 ഈ ഒരു വള ഒറ്റ പീസേ ഉള്ളൂ. ഈ ഒരു വള ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 120 കേട്ടോ. ഒറ്റ പീസ് തന്നെ ആയതുകൊണ്ടാണ് 120. നമ്മളിത് 300, 280 പെയറിനാണ് കൊടുത്തിട്ടുള്ളത്. 120 കേട്ടോ. പിന്നെ അതാ ഈ ഒരു ബാങ്കിൾ. ഇതും 2.2 അവൈലബിൾ ആണ്. ഇതും ഒരു പീസിന് 140 കേട്ടോ. ഒരു പീസിന് 140 ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു പീസിന്. അതുപോലെ ഇതൊക്കെ ചിലത് ഓരോ പീസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതാ ഈ ഒരു തണ്ടുവള. ഇതും 120. അത്യാവശ്യം വെയിറ്റുള്ള തണ്ടുവളയാണ്. 120. 2.4 സൈസാണ്. ഇതും 2.2. ഇത് 2.4 കേട്ടോ. പിന്നെ ഇത് ഒറ്റ പീസേ ഉള്ളൂ. അങ്ങനെ ചിലത് ഒറ്റ പീസുണ്ട്. അല്ല, ഇത് 2 പീസ് ഉണ്ട് അല്ലേ. ഇത് ഏതായാലും ഒരു പീസിന് 120. 2 പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 200 കേട്ടോ. 2 പീസായിട്ട് എടുക്കുകയാണെങ്കിൽ 200. പിന്നെ ഇതാ ഇതൊറ്റ പീസേ ഉള്ളൂ. 80 രൂപ കേട്ടോ. ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ ഈ ഒരു പീസ് ഒറ്റ പീസേ ഉള്ളൂ. ഇത് 2.4 സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. അല്ല, ഇതിൽ ചിലതൊക്കെ 2 പീസ് ഉണ്ട് കേട്ടോ. ചിലതൊക്കെ ഉണ്ട്. ഇതാ ഈ ഒരു പീസ്. ഇത് 2 120 കേട്ടോ. 2 മാത്രമേ ഉള്ളൂ. ഇത് 2.6 സൈസാണ് കേട്ടോ. 2.6 അല്ലേ? അല്ല, 2.4 തന്നെയാണ്. എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. കാരണം ഇതൊന്നും അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ ബോക്സിൽ കിടക്കായിരുന്നു. 2.4 സൈസാണ് വരുന്നത്. 120. ഓക്കെ. 120, 140 പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതാ ഈ ഒരു ബാങ്കിൾ 90 രൂപ. പിന്നെ ഇതാ ഇതൊറ്റ പീസേ ഉള്ളൂ. 2.4 സൈസാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് ഉണ്ടല്ലോ 120 കേട്ടോ. ഒറ്റ പീസ് ആയതുകൊണ്ടാണ് 120. പിന്നെ ഇതാ ഇത് 2 ഇഞ്ച്, അതായത് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബാങ്കിളാണ്. ഇതാ 5 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് 100 രൂപ കേട്ടോ. ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. 100 രൂപ. പിന്നെ ഇതാ ഈ ഒരു മോഡൽ. ഇതാ 2.4 സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ, 2.4 സൈസാണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, 150 രൂപ കേട്ടോ. ഇതൊക്കെ എവിടെ നിന്ന് വന്നാലും എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക്, അതായത് ഈ ഒരു മോഡലിൽ നമുക്ക് 2.6 സൈസ് അവൈലബിൾ ആണ് കേട്ടോ. 2.6 സൈസ് അവൈലബിൾ ആണ്. ഓക്കെ. ഇതിന് ഒരു പീസിൻ്റെ, ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞാൽ അറിയില്ല. ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 150 കേട്ടോ. 150 ഒരു പീസിന്. 2 പെയറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 280 വരും. 280. ഇത് 2.6 സൈസും ഉണ്ട്. പിന്നെ നമുക്ക് 2 സൈസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. 2.4 അവൈലബിൾ അല്ല. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ. ഇത് 2.4 ഉണ്ട്, 2.6 ഉണ്ട്. 100 രൂപയാണ് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ്. 2.4 100 രൂപ. ഇത് 100 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ കാണിക്കാനുള്ളത് ഇതാ ഈ ഒരു മോഡൽ 2.4. ഇത് നമ്മൾ പുതിയ കളക്ഷനാണ്. ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്നുള്ളൂ കേട്ടോ. ഇത് 6 പീസിന് 260 രൂപയായിട്ടോ. 6 പീസാണ്. 2 സൈസ് ഉണ്ട്. അതുപോലെ തന്നെ 2.4 സൈസും ഉണ്ട് കേട്ടോ. 6 പീസിനാണ് കേട്ടോ. 6 പീസിൻ്റെ റേറ്റാണ് പറഞ്ഞിട്ടുള്ളത് 260. അപ്പോൾ എല്ലാം ഇതിൽ കാണിച്ചു എന്ന് എൻ്റെ ഒന്നുകൂടി ഉണ്ട്. ഈ ഒരു ബാങ്കിൾ ഇത് റേറ്റ് വന്നിട്ടുള്ളത് 150 കേട്ടോ. 150. 150.
അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. സ്ക്രീൻഷോട്ട് ഞാൻ സൂം ആക്കിയിട്ടുള്ള പിക്ചറാണ് വിട്ടുന്നത്, കാരണം ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കറിയാലോ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആണ്. ഇൻഷാല്ലാ ഇനി പുതിയ കളക്ഷൻസൊക്കെ നമ്മൾ പുതിയ ഡീറ്റെയിൽസ് വീഡിയോ ഒന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ ഷോർട്സേ ഉണ്ടാവുള്ളൂ ഇൻഷാല്ലാ. ഞാൻ അങ്ങനെ കരുതുന്നുണ്ട് പുതിയ ഫോൺ എടുക്കണം എന്നുള്ളത്, കാരണം വെച്ചോണ്ട്, കാരണം എനിക്കറിയാലോ അപ്പോൾ അത്രയും ക്ലിയർ ഇങ്ങനെ കാണിക്കുമ്പോൾ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ, മറ്റേത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അത്രയും ഉണ്ട്, നമുക്ക് ക്യാഷ് സെറ്റ് ആവാത്തതുകൊണ്ടാണ് ഇത്രയും നീണ്ടു പോയത്. കാരണം ഒരു ഫോൺ എടുക്കുന്ന റേറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം നല്ലൊരു ഫോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ഉണ്ട്. പിന്നെ ഐഫോണൊന്നും നമുക്ക് താങ്ങൂല, അത് നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഇൻഷാല്ലാ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വരുന്നുണ്ട്. ഇനി ഇൻഷാല്ലാ മാർച്ച് 10 മുതൽ കുറേ ഓഫർ വീഡിയോകളും കുറേ കോംബോ സെറ്റുകളും ഒക്കെ ആയിട്ട് നമ്മൾ, അതേപോലെ പുതിയ കളക്ഷൻസും എല്ലാം വരുന്നുണ്ട്. മാർച്ച് തന്നെ കിട്ടുന്നത് ഏപ്രിൽ 10 മുതൽ കേട്ടോ. ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ ലാസ്റ്റ് വരെ ഇൻഷാല്ലാ നമുക്ക് കുറേ ഓഫർ വീഡിയോകൾ കുറേ എല്ലാം വരുന്നുണ്ട് ഇൻഷാല്ലാ കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കലുണ്ട്. അതുപോലെ നമ്മുടെ സെറ്റ് ബോക്സിൻ്റെ കളക്ഷൻസ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, എന്താ കുറച്ച് റേറ്റ് കുറച്ചത്. അപ്പോൾ എനിക്ക് കുറച്ച് റേറ്റ് കുറച്ച് തരുന്നില്ല, അപ്പോൾ കുറച്ച് നിങ്ങൾ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ നമുക്ക് റേറ്റ് കുറച്ചിട്ട് തരാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, പേഴ്സണലി ചോദിച്ചാൽ മതി, ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ പേഴ്സണലി ചോദിച്ചാൽ മതി. അപ്പോൾ അത് പിന്നെ ഹോൾസെയിൽ ഡീലുണ്ടോയെന്ന് ചോദിക്കലുണ്ട്. ഹോൾസെയിൽ ഡീലുണ്ട്. ഹോൾസെയിൽ ആകുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് സെറ്റ് ആകുമ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണെങ്കിലും ആൻറ്റി ഡൊണേഷൻ ഐറ്റംസ് ആണെങ്കിലും ക്യാഷ് സെറ്റ് ആകുമ്പോൾ എനിക്ക് വീഡിയോ കോൾ ചെയ്യാം. ഞാൻ ഫ്രീ ആകുന്ന സമയത്താണ്, ഞാൻ ഫ്രീ ആകുന്ന സമയം പറയും. ക്യാഷ് സെറ്റായിട്ട് മാത്രം എന്നെ വിളിച്ചാൽ മതി, അല്ലാതെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് മാത്രം 4 ദിവസത്തിന് മാറ്റിക്കൊന്നോട് ചോദിക്കരുത്, കാരണം നമുക്ക് വേറെ കസ്റ്റമേഴ്സിനും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സമയം മെനക്കെടലാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സമയം മെനക്കെടും. ക്യാഷ് സെറ്റ് ആകുമ്പോൾ പറയാം. 3500 രൂപയുടെ ആൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഹോൾസെയിൽ പർച്ചേസ് ചെയ്യാം, പക്ഷേ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.